കൃഷ്ണകൃപാസാഗരം. ഒന്നുമിനി പറയാനില്ലെങ്കിൽ പോലും കാലത്തിന് വ്യഥകളില്ല. കാരണം കാലം തന്നെ ഏത് ശക്തിക്ക് വിധേയമായിരിക്കുന്നുവോ, സർവ്വലോകവും ഏത് ശക്തിക്ക് അധീനമായിരിക്കുന്നുവോ, ആ പരമാത്മ ചൈതന്യം സ്വർലോകത്തു നിന്നും ഇഹലോകത്തിലേക്ക് കണ്ണനാമുണ്ണിയായി കാർമുകിൽ വർണ്ണനായി ദേവകീ ജഠരം പൂകിയ വരമംഗള മുഹൂർത്തത്തിന് കാലത്തിന് സാക്ഷിയാകാനായല്ലോ. ആ ദിവ്യജനനം ഭയന്ന് സപ്തമഗർഭം ധരിച്ചപ്പോൾ തന്നെ ദേവകീ വസുദേവന്മാരെ കംസൻ കാരാഗൃഹത്തിലടച്ചു. സപ്തമഗർഭം യോഗമായാദേവി സംകർഷണം ചെയ്ത് അമ്പാടിയിൽ വസിക്കുകയായിരുന്ന രോഹിണീ ദേവിയിൽ നിക്ഷേപിച്ചു. ആദിശേഷൻ അങ്ങനെ രോഹിണീപുത്രനായ ബലരാമനായി അവതരിച്ചു. അനന്തരം കാരാഗ്രഹത്തിൽ ധ്യാനനിരതരായിരിക്കുന്നൊരു വേളയിൽ ഭഗവത് ചൈതന്യം വസുദേവ ചിത്തത്തിൽ നിന്ന് ദേവകീ ജഠരമേറി വിളങ്ങി. ആ നിമിഷം സത്യസ്വരൂപൻ്റെ നിത്യദീപ്തിയാൽ ദേവകീദേവി പ്രകാശം പരത്തി നിന്നു. ഭാഗവതം ഭാവസാന്ദ്രമാക്കിയ ആ മുഹൂർത്തത്തിൽ നിന്നും കൃഷ്ണകൃപാസാഗരം മറ്റൊരു സർഗത്തിലേക്ക്. പരമ്പൊരുളായ ഭഗവൻ ധരാദേവിക്ക് അങ്ങ് നൽകിയ പ്രതിജ്ഞ സാധുവായി തീർന്നിരിക്കുന്നു. സർവഥാ സത്യസ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിയെ നന്ദിപൂർവ്വം നമിക്കുന്നു. സർവസൃഷ്ടിക്കും ആദികാരണമായ സർവേശ്വരനാണ് അവിടുന്ന്. കാര്യരൂപമായിരിക്കുന്ന പ്രപഞ്ചവൃക്ഷം അങ്ങാകുന്ന ഏക കാരണത്താൽ അങ്ങയിൽ തന്നെ അത് ലയിക്കുകയും ചെയ്യുന്നു. എങ്കിലും അങ്ങ് മായാശക്തിയാൽ പരമാർത്ഥം മറയ്ക്കുന്നു. ആകയാൽ അറിവുള്ളവർ മാത്രം അങ്ങയെ ഏകമായും അറിവില്ലാത്തവരെല്ലാം അനേകമായും കാണുന്നു. ഏകസ്വരൂപനായ അങ്ങയിൽ നിന്നുണ്ടായ ചരാചരാത്മകമായ ലോകത്തെ പരിപാലിപ്പാനായി സ്വേച്ഛയാ ഓരോ അവതാരങ്ങൾ കൈക്കൊള്ളുന്നു. എല്ലാം നിന്തിരുവടിയുടെ കൃപാവിശേഷം. ഭഗവൻ ഇപ്പോഴിതാ കൃഷ്ണാവതാരവും സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ദേവകീദേവിയുടെ ഗർഭത്തിൽ അഷ്ടമസന്താനമായി സംഭവിച്ച വൈകുണ്ഠനാഥ വന്ദനം. പരമാത്മാവായ മഹാവിഷ്ണു നമോവാകം. ദുർജനപീഡയാൽ ദുഃഖിതയായിരിക്കുന്ന ഭൂമിദേവിയുടെ ഭാരം അങ്ങയുടെ ഈ അവതാരമാത്രയിൽ തന്നെ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബഹുവിധങ്ങളായ ലീലകളാടി അങ്ങ് ഭൂലോക നിവാസികളിൽ അനുഗ്രഹം ചൊരിഞ്ഞാലും മാനവരൂപം ധരിക്കുന്ന അങ്ങയുടെ തൃപ്പാദങ്ങളിലെ വജ്രം, അങ്കുശം, ധ്വജം ഇത്യാദി അടയാളങ്ങൾ മണ്ണിൽ പതിഞ്ഞ് ഭൂമിദേവി ഐശ്വര്യവതിയായി തീരട്ടെ. യദുകുലത്തിൽ ഉത്ഭവിക്കുന്ന പുരുഷോത്തമൻ അങ്ങേക്ക് വന്ദനം. സർവലോക പിതാവായിരിക്കുന്ന ഭഗവാന്റെ മാതൃസ്ഥാനത്തെ അവലംബിച്ചിരിക്കുന്ന ഹേ ലോകജനനി ദേവർഷിയുടെ വന്ദനം. നാരായണ നാരായണ നാരായണ.
വിളക്കണച്ചിട്ടും തടവറയിൽ വെളിച്ചമെന്നോ? നാം അറിയാതെ നമ്മുടെ കാരാഗ്രഹത്തിൽ പുഷ്പവൃഷ്ടിയെന്നോ? രാജഗുരു, എന്താണ് ഈ കേൾക്കുന്നത്? കേട്ടതെല്ലാം സത്യം. കാരാഗൃഹത്തിലെ പന്തങ്ങൾ അണഞ്ഞിട്ടും വെളിച്ചം തടവറയിൽ നിറഞ്ഞു നിന്നു. പ്രകാശപൂരിതമാണ് ആ തടവറ ഇപ്പോൾ. പുഷ്പവൃഷ്ടിയുടെ സമൃദ്ധി വെളിവാക്കും വിധം പുഷ്പാലങ്കൃതമാണ് നിലമാകെ. ഗുരു, നാം പറഞ്ഞത് ആവർത്തിക്കാനല്ല, ഈ കണ്ടതിനൊക്കെ എന്ത് നിമിത്തമെന്ന് നിവർത്തിക്കാനാണ് നാം അങ്ങയെ വിളിപ്പിച്ചത്. അത് സദ്ബുദ്ധി. ദേവർഷി അങ്ങയോട് സൂചിപ്പിച്ചിരുന്നല്ലോ, അഷ്ടമസുതൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന്. ആ ദേവാവതാരം ദേവകീ ഗർഭത്തിൽ സംഭവിച്ചിരിക്കണം. കാരാഗൃഹത്തിൽ പടർന്ന പ്രകാശധാര ദേവാവതാരത്തിൻ്റെ ദിവ്യ ജ്യോതിസ് തന്നെയാകും. പുഷ്പവൃഷ്ടികൾ നിർവഹിച്ചത് ദേവഗണങ്ങളായിരിക്കും. നാം ചെന്ന് കണ്ടിരുന്നു. നമ്മുടെ ദേശത്തില്ലാത്ത തരം പൂക്കൾ, ഗന്ധം അതിപാവനം. കൊള്ളാം, ഗന്ധം അതിപരിപാവനം. ഗുരു, ആ ദേവസുമങ്ങൾക്ക് മീതെ ഒരു ചോരപ്പാട് വീണാലോ? പവിത്ര ഗന്ധത്തിന് മീതെ ചോരമണം നിറഞ്ഞാലോ? അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? വധം, ദേവകിയുടെ ശിരച്ഛേദം, ഗർഭത്തിലെ വധിക്കുക നമ്മുടെ അന്തകനെ. എങ്ങനെയുണ്ട് നമ്മുടെ ആശയം? മഹാ അപരാധം. ഗർഭിണീ വധത്തിന് അങ്ങ് ഒരുങ്ങുകയോ? പിന്നെന്ത് ചെയ്യണം? സാമാദ്യുപായങ്ങൾക്ക് ഈ വേളയിൽ എന്ത് പ്രസക്തി? അനർത്ഥ നിവർത്തിക്ക് സത്വരവധം, അതുതന്നെയല്ലേ ഗുരു ആശ്രയം? അധമനായ ഒരു മനുഷ്യനായി മാത്രം അങ്ങയ്ക്ക് ശിഷ്ടകാലം ജീവിച്ചാൽ മതിയെങ്കിൽ അതായിക്കോളൂ. അതല്ല, വീരനായൊരു രാജനായി വിരാജിക്കണമെങ്കിൽ ഗർഭിണീവധത്തിൽ നിന്നും പിന്തിരിയുക. സ്ത്രീവധം അത് തന്നെ മഹാപാപം. അവൾ ഗർഭം ധരിച്ചവളാകുമ്പോഴോ അതിപാപം. അത് ചെയ്താൽ ഫലം എന്തെന്നറിയില്ലേ അങ്ങയ്ക്ക്? ശ്രേയസ്, ഐശ്വര്യം, ആയുസ് ഇവകളുടെ തൽക്ഷണ വിനാശം. അതില്ലെങ്കിൽ വീരത്വ പദവിക്ക് അനന്തരം അങ്ങയ്ക്ക് എന്ത് അവകാശം? മഹാരാജൻ, ജനിക്കാത്ത ശിശുവിനെ നിഹനിക്കാൻ ഒരുങ്ങാതെ അവന്റെ ജന്മം വരെ അതിനിന്ദ്യമായ കർമ്മങ്ങൾക്കൊരുങ്ങാതിരിക്കുക, അതാണ് ഉചിതം. അങ്ങേക്ക് അഭികാമ്യവും. നാം വിടകൊള്ളട്ടെ. കാത്തിരിക്കാം. അഷ്ടമസന്താനത്തിന്റെ ജനനം വരെ അവന്റെ ആദ്യത്തെ രോദനം തന്നെ മരണരോദനമാക്കാം. പ്രഭോ, ശയ്യാകാലം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ല, ദേവി ശയ്യാഗൃഹത്തിലേക്ക് ചെന്നോളൂ. നമുക്കിന്ന് നിദ്രയില്ല. ശരി പ്രഭോ. ഇനി ആ ഗർഭം സമ്പൂർണ്ണമാകും വരെ നമുക്ക് നിദ്രയില്ല. അതിനുശേഷം സുഖനിദ്ര.
ദേവി, എന്താ എന്താ വിളിച്ചത്? കേൾക്കുന്നില്ലേ അങ്ങ് കിളിമൊഴികൾ? അത്ഭുതം! കാരാഗ്രഹത്തിനുള്ളിൽ ഇന്നോളം കേട്ടിട്ടില്ല കളകൂജനങ്ങൾ, അല്ലേ? അതുമാത്രമല്ല, പുഷ്പസുഗന്ധവും വസന്തകാലം പിറന്ന പോലെ. അതെ, പക്ഷേ ആര്യദേവ, വസന്തകാലത്തിന് ഇനിയും കാലമേറെയില്ലേ? അപ്പോൾ ഇത് പതുക്കെ. എല്ലാം ഭഗവാന്റെ ലീലാവിലാസം. ദേവി, അഷ്ടമപുത്രന്റെ ജനനത്തിന് കാലമണഞ്ഞിരിക്കുന്നു. ദേവഭാഷിതം വിളംബരപ്പെടുത്തിയ കംസാന്തക ശിശുവിന്റെ വരവ്, അതിൻ്റെ ആ ഭഗവത് കൃപാ കടാക്ഷത്തിൻ്റെ വരവിളി പോലെ തോന്നുന്നു നമുക്ക് ഈ കളകൂജനങ്ങളും സുമസുഗന്ധവും. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഈ വിധം അവതരിക്കാൻ പോകുന്ന ഭഗവാൻ നവനീതചോരനായതെന്തിന്? എപ്പോഴും വെണ്ണയെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ഗോപികമാർ മോഷ്ടാവിനെ അന്വേഷിച്ചു. അങ്ങനെ അവർ കണ്ണനെ കണ്ടെത്തി. കണ്ണനുമായി സ്നേഹത്തിലായി. ഭഗവാൻ യഥാർത്ഥത്തിൽ ഗോപികമാരുടെ മനസ്സാണ് മോഷ്ടിച്ചത്. അങ്ങനെ നവനീതചോരൻ ചിത്തചോരനായി. ഈശ്വരസ്മരണയ്ക്ക് തടസ്സമായതെന്തും മോഷ്ടിക്കുന്നവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ.